ഹലോ ഹായ് നമസ്കാരം. കഴിഞ്ഞു പോകുന്ന ആഴ്ച റിലീസായ സിനിമകളിൽ കാണാൻ ആഗ്രഹിച്ചിരുന്ന സിനിമകൾ രണ്ടെണ്ണമാണ്. ഒന്ന് മഞ്ഞുമൽ ബോയ്സ്, രണ്ട് ഫാമിലി എന്ന് പറയുന്ന സിനിമ. ഫാമിലി കാണാൻ വേണ്ടി ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പോയ ഷോയ്ക്ക് ആളില്ലാത്തതുകൊണ്ട് ഷോ നടന്നിട്ടില്ല. ഇന്നും ബുക്ക് ചെയ്തിട്ടുണ്ട്. കാണാൻ ആഗ്രഹിച്ചൊരു സിനിമയാണ്. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നൊരു പ്രതീക്ഷയും എനിക്കുണ്ട്. പക്ഷേ ഇന്നലെ വൈകുന്നേരം ഷോ ക്യാൻസലായി കഴിഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നു. ഒരു സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ സമയം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാറ്റി വെച്ചിരുന്നാണല്ലോ. അപ്പോൾ നേരെ OTT പ്ലാറ്റ്ഫോംസിൽ വന്നിട്ടുള്ള സിനിമകൾ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പോച്ചർ എന്ന് പറയുന്ന വെബ് സീരീസിലേക്ക് ലാൻഡ് ചെയ്തു. ഓൾറെഡി അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്കൊരു പ്രോമിസിങ് എലമെൻറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആമസോൺ പ്രൈം വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള വെബ് സീരീസാണ്. നിമിഷ സജയൻ, റോഷൻ മാത്യു, കനി കുസൃതി തുടങ്ങിയവരൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വെബ് സീരീസാണ്. ഒരുപാട് നേരം വീഡിയോ കണ്ടിരിക്കാൻ താല്പര്യമില്ല, പെട്ടെന്ന് പറയടേന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്ന, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വെബ് സീരീസാണത്. പ്രത്യേകിച്ച് ആനസ്നേഹികൾ, നിങ്ങളൊരു ആനപ്രേമി എന്ന് സ്വയം വിളിക്കുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വെബ് സീരീസ് കാണണം. ഇനി ആനപ്രേമിയൊന്നും അല്ലെങ്കിലും നിങ്ങൾക്കിത് കാണാൻ കേട്ടോ. അതിന് പ്രേരിപ്പിക്കുന്ന, എനിക്ക് വളരെ പോസിറ്റീവായി ഫീൽ ചെയ്ത ചില ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ വെബ് സീരീസിലുടനീളം നമുക്ക് കിട്ടുന്ന ഒരു ഇമോഷണൽ കണക്റ്റാണ്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പുകൾ, അതിൽ നമുക്ക് കിട്ടുന്നൊരു എനർജി ഉണ്ടല്ലോ. പ്രത്യേകിച്ച് മനുഷ്യന്മാർ തമ്മിലുള്ള അവരുടെ റിലേഷൻഷിപ്പുകൾ, അതിലെ കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ വരുന്നുണ്ട്. ഈ ചെയ്യുന്ന ജോലിയോട്, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളോട് അത്രയും പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് മനുഷ്യർ, അവരുടെ വ്യക്തി ജീവിതത്തിൽ അവർക്ക് നഷ്ടമാവുന്ന കാര്യങ്ങൾ, എന്നാൽ അതിനെ വിട്ടുകളയാൻ പറ്റാതെ അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന, അതിന് അവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് തലത്തിൽ റിലേഷൻഷിപ്പുകളെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതുമാണ്. പ്രത്യേകിച്ച് ഇതിൽ റോഷൻ മാത്യൂസിൻ്റെ അച്ഛൻ കഥാപാത്രം വരുന്നുണ്ട്. പുള്ളിയൊക്കെ കുറച്ച് നേരമൊക്കെ ഉള്ളൂ, പക്ഷേ ആ അച്ഛൻ മകൻ ബന്ധം, അതെന്താണ് ആ പരിപാടി എന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു കണക്ഷൻ, ഒരു റിലേഷൻഷിപ്പ്, ഒരു ഇമോഷണൽ ബോണ്ടിങ്, അത് നമുക്ക് കാണാൻ പറ്റും. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യനും പ്രകൃതിയോട് കണക്റ്റഡ് ആണ്. പക്ഷേ ഈ വെബ് സീരീസിൽ നമ്മൾ കാണുന്ന ആളുകൾ, അവർ കാടുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നത് രണ്ടിലേതെങ്കിലും ഒരു റീസണുമായിട്ടാണ്. ഒന്നെങ്കിൽ കാടിനെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ കാടിനെ നശിപ്പിക്കാൻ. ഈ രണ്ട് കൂട്ടർക്കും അവരവരുടേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ടായിരുന്നു, സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിനൊക്കെ നമുക്ക് മനസ്സിലാവും. ആൻഡ് അവരുടെ ന്യായീകരണങ്ങൾ നമ്മൾ കേൾക്കും. പക്ഷേ ചില ന്യായീകരണങ്ങൾ അതത്ര വലിയ ന്യായമൊന്നുമല്ല എന്നും ഈ വെബ് സീരീസ് നമ്മളോട് പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ സൗണ്ടിങ് ആണ്. അതായത് ഈ വെബ് സീരീസ് മുഴുവൻ നമ്മൾ കാണുമ്പോൾ ഇവർ ഈ പ്രകൃതിയോട് ഇങ്ങനെ ഒന്ന് കണക്റ്റ് ആവുന്നൊരു സമയമുണ്ട്. നിമിഷയുടെയൊക്കെ ക്യാരക്ടർ ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഒരു ഓഫീസിൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ചുറ്റുമുള്ള പ്രകൃതിയോടൊന്ന് കണക്റ്റ് ആവുന്നുണ്ട്. അവർക്ക് ടെൻഷനുള്ള കാര്യങ്ങളുണ്ട്, അവരുടെ ജീവിതത്തിലെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ ഈ ചെടികളുടെയൊക്കെ മുമ്പിൽ വന്ന് നിന്ന് ആ ശബ്ദം ആസ്വദിച്ച് അങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ലിറ്ററലി നമുക്ക് അങ്ങനെ പോയി നിൽക്കാൻ തോന്നും. അതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നൊരു ഘടകം എന്ന് പറയുന്നത് സൗണ്ടാണ്. പ്രകൃതിയുടെ എല്ലാ സൗണ്ടും, ചീവീടുകൾ, പിന്നെ ജീവികൾ നടന്നു പോകുന്നത്, ഓരോ ജീവികളുടെ സൗണ്ട്, എല്ലാം സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് പൊളിയാണ്. അതുപോലെ തന്നെ മ്യൂസിക് ചെയ്തു വെച്ചിരിക്കുന്നതും അടിപൊളിയായിട്ടാണ്. അതായത് എന്താണോ എപ്പോഴാണോ ഒന്ന് എലിവേറ്റ് ആവേണ്ടത്, നമുക്ക് കണക്റ്റ് ആവേണ്ടത്, അതിനെയൊക്കെ കൃത്യമായി പ്ലേസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സൗണ്ടിങ് ആയിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ വിഷ്വൽ സൈഡ് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ജീവികളെ കാണുന്നുണ്ട്. ആന, പുലി തുടങ്ങിയിട്ടുള്ള പക്ഷികൾ ഒക്കെ കാണുന്നുണ്ട്. ഇതിൽ പലതും VFX തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് VFX ആണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ബട്ട് സ്റ്റിൽ ആ പ്ലേസ്മെൻറ്റ് നല്ലതായിരുന്നു. അല്ലെങ്കിൽ ഈ വെബ് സീരീസ് ഈ പറയുന്ന കുറേ ആനിമേഷൻ സാധനങ്ങളൊക്കെ കാണിച്ച് നമ്മളെ അങ്ങ് സുഖിപ്പിച്ച് നിർത്തുക, അല്ലെങ്കിൽ ധീരന്മാരായ കുറേ ഓഫീസേഴ്സിൻ്റെ അന്വേഷണ മികവും അതിൻ്റെ കഴിവും കാണിക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പ്രകൃതിയെ നമ്മളുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം വെബ് സീരീസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് നന്നായി വന്നിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് വർക്കാവുന്നതുകൊണ്ട് ഇത് VFX ആണ് എന്നുള്ളത് ഒരു വിഷയമാവുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ VFX ആയി നമുക്ക് തോന്നുന്നു എന്നുള്ളതൊരു വിഷയമല്ല. അതിനോടൊപ്പം വെബ് സീരീസിൻ്റെ ഒരു ടോട്ടൽ മൂഡുണ്ട്, അത് പിടിച്ചു പോകുന്ന രീതി, അതുപോലെ ആനയുടെ അസ്ഥികൂടങ്ങൾ എന്നൊക്കെ പറയുന്ന പോലത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതവർ ആർട്ട് ചെയ്തതായിരിക്കും, അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എഡിറ്റിങ്ങിലാണെങ്കിലും അവർ കൊണ്ടുവന്നിട്ടുള്ള കുറേ ടെക്നിക്കുകളുണ്ട്, കുറേ പരിപാടികളുണ്ട്. അതൊക്കെയും എനിക്ക് രസമായിട്ട് തോന്നി. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിലെ മലയാളം ഡയലോഗുകളാണ്. മലയാളം ഞാൻ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഈ ആനയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത, എന്തിനാണ് ആനയെ ഒരാൾ വേട്ടയാടുമ്പോൾ നമ്മൾ ഇത്രയും ടെൻഷൻ അടിക്കുന്നത്, അതിൻ്റെ റീസൺ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഉത്തരത്തിന് ഒരു ബയോളജി ക്ലാസ്സിൻ്റെ ഒരു സാധനം ഉണ്ടാകും, നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലത്തെ ഒരു എലമെൻ്റ് ഉണ്ടാകും. അങ്ങനെയുള്ള സീക്വൻസുകൾ ഈ വെബ് സീരീസിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ അത് വന്നതും പോയതും ഒന്നും അറിഞ്ഞില്ല. അത്രയും ബ്ലെൻഡ് ചെയ്ത് അതിനെ ഒരു സ്റ്റഡി ക്ലാസ് പരിപാടിയൊന്നും ആക്കാതെ നമ്മൾ വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു അന്വേഷണം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ, വളരെ സ്മാർട്ടായിട്ടുള്ള ഉദ്യോഗസ്ഥർ, അവർ ജീവൻ പണയം വെച്ച്, ആരോഗ്യം മാറ്റിവെച്ച് ഒരു കാര്യത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും അതിൻ്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ പറയുന്ന കാര്യങ്ങളും കൂടി വന്നു പോകുന്നുണ്ട്. ഈ അന്വേഷണത്തിൻ്റെ ഉദ്വേഗം നമുക്ക് ഡയലോഗുകളിലൂടെയാണ് ശരിക്കും മനസ്സിലാവേണ്ടത്.
കാരണം ഇവിടെ ആക്ഷൻ സീക്വൻസുകളോ മറ്റേ ബുഷ് 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 കട്ടുകളോ അങ്ങനത്തെ സാധനങ്ങളൊന്നും വരുന്നില്ല. എന്നാൽ അതേസമയം ചില ഡയലോഗുകൾ ഒരു 2-3 ഇടങ്ങളിൽ മാത്രം നമ്മൾ ഈ തർജ്ജമ ചെയ്തിട്ട് പറയുന്നതിൻ്റെ കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഓവറോൾ വളരെ നാച്ചുറലായി വളരെ സ്മൂത്തായിട്ടാണ് ഡയലോഗ്സ് പോകുന്നത്, ഇൻക്ലൂഡിങ് തെറിവിളികൾ. അത് പറഞ്ഞപ്പോഴാണ് കുറച്ച് തെറിവിളികളൊക്കെ ഈ വെബ് സീരീസിൽ അങ്ങായിട്ടുണ്ട്. എൻ്റെ മക്കൾ ഇതൊന്നും കേൾക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ്. ഇനി എന്താണ് പറയാനുള്ളത്? ഇതിലെ അഭിനേതാക്കളെക്കുറിച്ചാണ്. നമ്മൾ മലയാളത്തിൽ ഈ വെബ് സീരീസിൽ, യൂട്യൂബ് വീഡിയോസിൽ, സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളിൽ അങ്ങനെ തുടങ്ങി നമ്മൾ മലയാളത്തിൽ പല ഇടങ്ങളിലായിട്ട് കണ്ടിട്ടുള്ള ഒരുപാട് ഫെമിലിയർ ഫേസസ് ഉണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരാളെ നമുക്ക് അങ്ങനെ അല്ലാതെ പറയാനില്ല. അടിപൊളിയായിട്ട് എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പീക്ക് പോയിന്റിൽ നമുക്ക് പറയാനുള്ളത് നിമിഷ സജയനാണ്. എന്താണ് നിമിഷ നിങ്ങൾ ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? നായാട്ട് എന്ന് പറയുന്ന സിനിമയിലാണ് നിമിഷയെ നമ്മൾ ഇതിനു മുമ്പ് ഒരു പോലീസ് യൂണിഫോമിൽ കാണുന്നത്. അതിൽ വളരെ പേടിച്ചരണ്ട് പാവമായിട്ടിരിക്കുന്ന ഒരു നിമിഷയെ കണ്ടിട്ടില്ലേ? അവിടുന്ന് മാറിയിട്ട് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള, സ്മാർട്ടായിട്ടുള്ള, ഏതൊരു മൊമെൻറ്റിനെയും കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് ഉള്ള, സ്വന്തം കാലിൽ നിൽക്കുന്ന അങ്ങനൊരു ഗംഭീര ഓഫീസറിനെ നിമിഷ അനായാസം കൈകാര്യം ചെയ്തെന്ന് എനിക്ക് തോന്നി. അതായത് ഒരു പോയിന്റിൽ പോലും അവരാ ക്യാരക്ടർ അല്ലാന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. അതുപോലെ തന്നെ വെബ് സീരീസിൻ്റെ ആദ്യ എപ്പിസോഡുകളിൽ നമ്മളിങ്ങനെ ഞെട്ടിക്കുന്ന ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത് കനി കുസൃതിയാണ്. എനിക്ക് തോന്നിയിരുന്നത് അവർ ഈ വെബ് സീരീസിലുടനീളം ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ഈ വലിയ അന്വേഷണങ്ങളുടെ ഭാഗമായിരുന്നെങ്കിൽ, എനിക്ക് തോന്നുന്നു അടുത്ത സീസൺ വരുമ്പോൾ അവരുടെ ക്യാരക്ടറിന് കൂടുതൽ ചെയ്യാനുണ്ടാവുമെന്ന്. അവർ കുറച്ച് സമയം കൊണ്ടുണ്ടല്ലോ അമ്മാതിരൊരു വെറപ്പിക്കൽ ക്യാരക്ടറിനെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഇൻട്രോഗേഷൻ സീക്വൻസുകൾ അത് ഇവരെല്ലാവരും കേട്ടോ. ഈ വെബ് സീരീസിൽ വന്നു പോകുന്ന ഇവർ ഡൽഹിയിൽ ചെല്ലുമ്പോൾ ഇവരെ സഹായിക്കാൻ വരുന്ന ഒരു പോലീസ് ഓഫീസറുണ്ട്, ഒരു ലേഡി. അവരോട് നന്ദി പറയാൻ പറ്റാത്ത നിമിഷ സജയൻ്റെ വെപ്രാളം കാണുമ്പോൾ സത്യത്തിൽ നമുക്കും തോന്നും അവരോടത് പറയണമായിരുന്നു. എന്തൊരു സപ്പോർട്ടീവാണ്, എന്ത് രസമായിട്ട് അവരത് പെർഫോം ചെയ്തിരിക്കുന്നു. ക്യാരക്ടറാണെങ്കിലും അത് പെർഫോം ചെയ്ത ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. സോ കമ്മിങ് ബാക്ക് ടു നിമിഷ സജയൻ, അടിപൊളിയായിരുന്നു, ഗംഭീരമായിരുന്നു. കനി കുസൃതി തകർത്തിട്ടുണ്ട്, റോഷൻ മാത്യൂസ് തകർത്തിട്ടുണ്ട്. റോഷൻ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയെന്താണെന്ന് വെച്ചാൽ ഈ പുള്ളി ഉറക്കമില്ലാതെ വർക്ക് ചെയ്തതിന് ശേഷം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. എൻ്റെ മോനെ ബോഡി മുഴുവൻ യൂസ് ചെയ്ത് ആക്ട് ചെയ്ത് തകർക്കുക എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. പിന്നെ സൂരജ് പോപ്സ്, പുള്ളിയിൽ നിന്നാണ് ഈ പരിപാടി തുടങ്ങുന്നത്. പുള്ളിയുടെ ക്യാരക്ടറും പെർഫോമൻസും ഗംഭീരമായിരുന്നു. എനിക്ക് വോയിസ് മോഡുലേഷനിൽ മാത്രം ആ കൊച്ചി ഭാഷ അങ്ങനെ കയറി വരുന്നത് എനിക്കറിയില്ല അത് എത്രത്തോളം കറക്റ്റ് ആയിരുന്നു എന്നുള്ളത്. പക്ഷേ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ, ഇനി അതുകൂടി ചേർത്ത് വെച്ചാൽ പോലും അങ്ങേര് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. പല തരത്തിലുള്ള ഇമോഷണൽ സിറ്റുവേഷൻസിലൂടെ പുള്ളി പോകുന്നുണ്ട്. പുള്ളി ഒരു തോക്കിന് വട്ടം നിൽക്കുന്ന സീക്വൻസൊക്കെ ഉണ്ട്. ഇതെന്താണെന്നറിയോ, ഈ വെബ് സീരീസിൽ ഓരോ ആൾക്കാരും ചെയ്യുന്ന, പ്രകൃതിയെ സംരക്ഷിക്കാൻ, ആനകളെ സംരക്ഷിക്കാൻ ഓരോ ആൾക്കാരും ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കങ്ങനെ ചെയ്യാൻ തോന്നുന്നേ. അങ്ങനെ നമുക്ക് തോന്നുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് ഈ ആർട്ടിസ്റ്റ് വന്ന് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇപ്പോൾ സൂരജ് പോപ്സിൻ്റെ പെർഫോമൻസ് എല്ലായിടത്തും അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പുള്ളി ഇമോഷണൽ ആവുന്നത്, പുള്ളിയുടെ പേടി, അമ്പരപ്പ്, അങ്ങനെ എത്ര എലമെൻറ്റുകൾ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വെബ് സീരീസും കൂടി ശ്രദ്ധിക്കപ്പെട്ട് കഴിയുമ്പോൾ പല ഭാഷകളിലായി നിരവധി സിനിമകൾ അദ്ദേഹത്തിന് തേടിയെത്തണം. പുള്ളിക്ക് അതിനുള്ള സംഭവമുണ്ട്. പിന്നെ മാലാ പാർവതി, അന്ന, പെട്ടെന്ന് പേര് ഓർമ്മ വരുന്ന ഇത്ര കാര്യം കുറേ ആൾക്കാരുണ്ട് ഇതിൻ്റെ അകത്ത്. ഇവരെല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ഏറ്റവും ഫേവററ്റ് എന്ന് പറയുന്നത് ദിവ്യേന്ദു ഭട്ടാചാര്യ എന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ട് ഇതിൻ്റെ അകത്ത്, ഈ അന്വേഷണ സംഘത്തിൻ്റെ തലവൻ. പുള്ളി ആരായിരുന്നു എന്നുള്ളത് ഈ വെബ് സീരീസിൽ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. പുള്ളി ആ പൊസിഷനിൽ നിന്നുകൊണ്ട് അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കറിയാം. ആ പുള്ളി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ പറയുന്ന പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണെങ്കിലും അങ്ങേരിത് ചെയ്യുമ്പോൾ അയാളുടെ ഉള്ളിലുള്ളൊരു നിശ്ചയദാർഢ്യം, ആ ക്യാരക്ടറുടെ ഒരു സ്ട്രെങ്ത്ത് എല്ലാം പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മച്ചാൻ തൂത്ത് വാരി എടുക്കുകയാണ് അങ്ങേർക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടറിനെ, എന്നിട്ടിങ്ങനെ വെതറി തരികയാണ് നമുക്ക്. അങ്ങനെ ഇവരെല്ലാം ചേർന്ന് സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ആ കാട്ടിലേക്ക് കയറുക, പോച്ചർ എന്ന് പറയുന്ന വെബ് സീരീസ് കാണുക എന്ന് പറയുന്നത് അടിപൊളി പരിപാടിയാണ്. ഇതിലെ വേട്ടക്കാർ, അവരോട് നമുക്ക് ദേഷ്യം തോന്നും, മറ്റുള്ളവരോട് ആരാധന തോന്നും. നമ്മളൊന്ന് സത്യത്തിൽ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് കാണുകയും കേൾക്കുകയൊന്നും ചെയ്യുന്നില്ലല്ലോ. ഏതെങ്കിലും ഒരു പോലീസ് അന്വേഷണം, ഏതെങ്കിലും ഒരു ലീഡ് ആർട്ടിസ്റ്റ്, ഒരു നായകൻ വന്ന് അഭിനയിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ കാട്ടിലേക്ക് വല്ലതും കയറുകയാണെങ്കിൽ ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലൊന്ന് വിളിച്ച് പറഞ്ഞേക്ക്, അല്ലെങ്കിൽ
ചെക്ക് പോസ്റ്റ് വരുമ്പോൾ അത് തുറന്നു വിടാൻ വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്നത്. അങ്ങനത്തെ കുറച്ച് ആളുകളായിട്ടാണ് നമ്മൾ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരെയൊക്കെ കാണുന്നത്. പക്ഷേ അവരെടുക്കുന്ന റിസ്ക് എന്താണ്, അവർക്ക് ഈ ജോലിയോട് പ്രകൃതിയോട് ഒക്കെയുള്ളൊരു പാഷൻ എന്താണ്, അതൊക്കെ ഒരു പരിധി വരെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ വെബ് സീരീസിന് സാധിക്കുന്നുണ്ട്. ആൻഡ് ഈ വെബ് സീരീസ് മുഴുവൻ കണ്ടു തീർത്തതിന് ശേഷം ആനക്കൊമ്പിൽ തീർത്ത മറ്റേ പ്രതിമ എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട്, ഒറ്റ കൊമ്പിൽ തീർത്ത ശില്പമാണിത് എന്നൊക്കെ ആരെങ്കിലും തള്ളുകയോ കെട്ടിയിട്ടും കുത്തിക്കീറിയും തല്ലിപ്പഴുപ്പിച്ചും അടിമയാക്കി പീഡിപ്പിച്ചു കൊണ്ട് നടക്കുന്ന ഒരാനയെ കാണിച്ചിട്ട് അവനെ കണ്ടോ, അവൻ എന്തൊരു ഭംഗി, അവൻ്റെ തലയെടുപ്പ്, അവൻ്റെ ഒരു കുറുമ്പ് കണ്ടോ എന്നൊക്കെ ഏതെങ്കിലും ആനപ്രേമി എന്ന് സ്വയം വിളിക്കുന്ന ആൾ തള്ളാനോ വന്നാൽ ഉളുപ്പുണ്ടാ ചങ്ങായ എനിക്ക് എന്ന് ചോദിക്കാൻ നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടും. നമ്മളും നമ്മുടെ മക്കളും അവരുടെ മക്കളും ഒക്കെ ശ്വസിച്ച് വെള്ളം കുടിച്ച് ആരോഗ്യത്തോടെ ജീവിക്കേണ്ട ഒരു മണ്ണാണിത്. ആ ചിന്തയെ ഉദ്ദീപിപ്പിക്കാൻ പറ്റിയ ഈ വെബ് സീരീസ്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളിത് കണ്ടയാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.